PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുവാനുള്ള UDF തീരുമാനത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ലെന്ന് പറയേണ്ടി വരും. ചുരുങ്ങിയ പക്ഷം മുസ്ലിം ലീഗിനെ ഏത് രീതിയിൽ പറഞ്ഞൊതുക്കുമെന്ന ചോദ്യം UDFനും കോൺഗ്രസിനും തലവേദനയാണ്. PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയണമെന്ന് പറഞ്ഞ KM ഷാജി മന്ത്രിയായിരിക്കുന്ന സർക്കാരാണ് ഇത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കെ ശക്തമായി എതിർത്ത പദ്ധതി തുടർന്നു പോകാൻ നിർബന്ധിതമാണെന്ന UDF നേതൃയോഗം പ്രതിപക്ഷത്തിരിക്കെ ശക്തമായി എതിർത്ത പദ്ധതി തുടർന്നു പോകാൻ നിർബന്ധിതമാണെന്ന UDF നേതൃയോഗം വിലയിരുത്തിയതിനെ യു-ടേൺ എന്നല്ല മറ്റേതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് വേണം വിലയിരുത്താൻ. പദ്ധതി അറബിക്കടലിൽ എറിയണമെന്ന് വാദിച്ചിരുന്ന മുസ്ലിം ലീഗിനും മറിച്ചൊരു അഭിപ്രായമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുസ്ലിം ലീഗ് നേതാവും വ്യവസായ മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി ഇത് സംബന്ധിച്ച ചർച്ചയിൽ അഭിപ്രായം പറഞ്ഞില്ലെന്നാണ് യോഗത്തിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. കുഞ്ഞാലിക്കുട്ടിയുടെ മൗനം സമ്മതമാണോ അതോ എതിർപ്പാണോ എന്ന് വ്യക്തമല്ല. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ശേഷം PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും പിന്നോട്ടു പോകാനാകില്ലെന്ന നിർണായക വിലയിരുത്തലിലേക്ക് UDF എത്തിയത് അംഗീകരിക്കാൻ സാധിക്കില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് മുന്നണിയുടെ തീരുമാനം. സർക്കാരിന്റെ വരുംകാല നയരൂപീകരണങ്ങളും ഭരണപരമായ തീരുമാനങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന UDF യോഗത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. മുന്നണി തീരുമാനങ്ങൾ വിശദീകരിച്ച കൺവീനർ അടൂർ പ്രകാശാണ് PM ശ്രീ പദ്ധതിയിലെ മുന്നണി നിലപാട് അറിയിച്ചത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട UDF നിലപാടിനെതിരെ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മുൻ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്ന UDF വാദത്തെ CPM നേതാവ് P രാജീവ് പരിഹസിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാജിവെച്ച് LDF ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് P രാജീവിന്റെ പരിഹാസം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച ശേഷം കടുകുമണി പോലും LDF പിന്നോട്ട് പോയിട്ടില്ല. കേന്ദ്രത്തിന്റെ കാലു നക്കുന്ന അവസ്ഥയിലേക്ക് സർക്കാരും മുഖ്യമന്ത്രിയും മാറി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വെല്ലുവിളിച്ചാൽ പോരാ, ഭരിക്കാനുള്ള നട്ടല് വേണമെന്നും P രാജീവ് പരിഹസിക്കുന്നുണ്ട്. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത അതേ സതീശൻ തന്നെയാണ് ഇവിടെ വന്ന് സമരക്കാർക്കെതിരെ കേസെടുത്തത്. പ്രതിപക്ഷത്തിരിക്കെ കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെയും PM ശ്രീ പദ്ധതിയെയും അതിരൂക്ഷമായി എതിർത്ത മുന്നണി ഭരണത്തിലെത്തിയതോടെ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് UDFന് രാഷ്ട്രീയ വെല്ലുവിളിയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീ കടലിൽ തള്ളുമെന്ന് പ്രഖ്യാപിച്ചവർ അധികാരത്തിലെത്തിയപ്പോൾ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടു എന്ന LDF ആരോപണം ന്യൂനപക്ഷങ്ങളെ അടക്കം സ്വാധീനിച്ചേക്കും. എന്നാൽ കഴിഞ്ഞ LDF സർക്കാർ തന്നെയാണ് പദ്ധതിക്കായി കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്നും തങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നുവെന്നും സ്ഥാപിച്ചെടുക്കാനാണ് UDF ശ്രമിക്കുന്നത്. UDFിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിനും സമുദായ സംഘടനകൾക്കും ഈ തീരുമാനം വലിയൊരു കടമ്പയാണ്. സംഘപരിവാർ അജണ്ടയടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ പദ്ധതിയെ പിന്തുണയ്ക്കുന്നത് ലീഗിന്റെ പരമ്പരാഗത അണികൾക്കിടയിൽ അമർഷത്തിനിടയാക്കുമെന്ന് ഉറപ്പാണ്. ലീഗിന്റെ മന്ത്രിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നത് ലീഗിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. പാഠ്യപദ്ധതിയിലെ സംസ്ഥാനത്തിന്റെ സ്വയംഭരണാവകാശം സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് ലീഗ് ഈ നീക്കത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിന്റെ വർഗീയ അജണ്ടകൾ കടന്നുവരാതെ തടയാൻ UDFന് സാധിച്ചാൽ ഇതൊരു വിജയകരമായ ഭരണനേട്ടമായി മാറ്റാൻ കഴിയും. മറിച്ച് ചെറിയ രീതിയിലെങ്കിലും പാഠ്യപദ്ധതിയിലോ സ്കൂൾ അന്തരീക്ഷത്തിലോ മാറ്റങ്ങൾ വന്നാൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDFനെതിരെ LDF വലിയ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രം നിയമപരമായി തങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണെന്നാണ് UDF വാദിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വർഗീയ അജണ്ടകൾക്ക് UDF കീഴടങ്ങുകയാണെന്ന് പ്രതിപക്ഷം തിരിച്ചടിക്കുന്നു. സംസ്ഥാനത്തിന്റെ സിലബസ് സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസ രംഗത്തെ മതേതര സ്വഭാവവും ഈ സാഹചര്യത്തിൽ എത്രത്തോളം സംരക്ഷിക്കപ്പെടുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്.